എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ സൺഡേത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. രാവിലെ 6:30 മാസമാണ് സാധാരണ ഞാനും പപ്പയും പോണത്. പക്ഷേ ഇന്ന് എഴുന്നേറ്റ് ഓരോ ജോലികളൊക്കെ ചെയ്തു വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഏതായാലും 9:30 മാസത്തിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 9:30 മാസത്തിന് പോകുമ്പോൾ നേരത്തെ ഞാൻ റോദറും പോയിക്കൊണ്ടിരുന്ന ആ 9:30 മാസം അതിന് പോകുമ്പോൾ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഞാൻ കാപ്പിയിട്ട് തലേദിവസത്തെ ചോറ് കുക്കറിൽ ചൂടാക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ റിച്ചാർഡ് നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇൻഡോമി നൂഡിൽസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നൂഡിൽസ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാനും കൂടി വെച്ചിട്ടുണ്ട്. അവ രണ്ടുപേർക്കും കാപ്പി എടുത്ത് കൊടുത്തിട്ടാണ് രാവിലെ തന്നെ റിച്ചടുത്തിരി കാപ്പി കുടിക്കുക. അവിടെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. പിന്നെ പപ്പ ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നതാണ്. അപ്പോൾ പപ്പ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റിച്ചാനും പപ്പക്കും കാപ്പി കൊണ്ടുപോയി കൊടുത്ത് ഇനിയിപ്പോൾ നൂഡിൽസ് കൂടിയിട്ട് റിച്ചാന് കഴിക്കാൻ കൊടുത്തിട്ട് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമല്ലോ. അപ്പോൾ ഇൻഡോമി നൂഡിൽസിൻ്റെ അകത്ത് 4 പാക്കറ്റ് ആണുള്ളത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് മേക്കർ 2 ടൈപ്പ് ടേസ്റ്റ് മേക്കർ, പിന്നെ അതിനകത്തൊരു ഒണിയൻ ഓയിലുണ്ട്, പിന്നെ ഒരു സോസും ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 പാക്കറ്റാണ് ഇതിനകത്ത് ടേസ്റ്റ് മേക്കറിൻ്റെ ആ സംഭവം പൊട്ടിച്ച് ഇതിനകത്ത് ഇടേണ്ടത്. അത് നമ്മൾ ഇടുന്നത് നൂഡിൽസ് വെന്ത് കഴിഞ്ഞിട്ട് ഊറ്റി വെള്ളം കളഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ നൂഡിൽസിൻ്റെ അകത്ത് ഉപ്പൊന്നുമില്ല, ചുമ്മാ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. അപ്പോൾ ഈ ടേസ്റ്റ് മേക്കർ എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ഉപ്പുണ്ടാകുന്നത്. അല്ലാതെ ഇതിനകത്ത് ഉപ്പിട്ടല്ല നമ്മൾ വേവിക്കണത്. ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മേക്കർ കിട്ടുമ്പോഴത്തേക്കും ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ നമ്മൾ ചുമ്മാ വേവിച്ചിട്ട് ഇപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ്. ഈ പാത്രം റിച്ചാർഡ് വന്നതിന് ശേഷം ഇപ്പോൾ അരി വറുത്തിടാൻ റിച്ചാൻ എന്തെങ്കിലുമൊക്കെ ഒരു ബിരിയാണി റൈസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് 1.5 കപ്പോളം അരി ഞാൻ ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ നൂഡിൽസും ഒക്കെ ഒന്ന് വറുത്ത് വെള്ളം കളയാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അത് ആ ഒരു പാത്രം കിട്ടിയിട്ട് ഞാൻ അധികം കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റിച്ചാർഡ് വന്നു കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ചത്. കാരണം കൂടുതൽ ബിരിയാണി റൈസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ വലിയ കാലത്തിൽ തന്നെ ഇടണം. ഇതിപ്പോൾ റിച്ചാർഡ് മാത്രം മതി. അപ്പോൾ ആ ഒരു പാത്രം കറക്റ്റാണ്. പിന്നെ ഞാൻ പപ്പയ്ക്ക് വേണ്ടിയിട്ട് പുട്ടും തലേദിവസം ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബീഫ് കറിയും കൂട്ടിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഏതായാലും തേങ്ങ ഇതൊക്കെ ഫ്രിഡ്ജിലുണ്ട്, അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ നൂഡിൽസ് വാർത്തെടുത്ത് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഈ ടേസ്റ്റ് മേക്കറുകൾ 4 പാക്കറ്റ് ഈ ഓയിലടക്കമുള്ളത് എല്ലാം പൊട്ടിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നൂഡിൽസിൻ്റെ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അധികം സ്റ്റാർച്ചില്ലാതെ കൊടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ റിച്ചാർഡിന് കൊടുത്ത് റിച്ചാർഡ് വേഗം തന്നെ കഴിച്ചിട്ടാണ്. ഇനിയിപ്പോൾ പപ്പക്കുള്ള ബീഫ് കറിയും പുട്ടും കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ പോകും കേട്ടോ. അങ്ങനെ പുട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ ഞാൻ ഒരു കണ പുട്ട് അങ്ങനെ തന്നെ പപ്പക്ക് എടുത്ത് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ 2 കണ പുട്ട് ഉണ്ടായിരുന്നു. 3 കണക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയത്. ചിലപ്പോൾ ഇറച്ചി കറിയും കൂട്ടിയിട്ട് പപ്പ ചിലപ്പോൾ കൂടുതൽ പുട്ട് കഴിക്കും എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ കൂടുതൽ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ പപ്പ അതൊരു കണം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുട്ടും പുട്ടും സ്റ്റൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പം അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ അധികമൊന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല. ബീഫ് ഞാൻ ഈ ഒരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്ത് ആ ബൗളിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കിയെടുത്ത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം എടുത്ത് തീർത്തില്ലെന്നുണ്ടെങ്കിൽ അത് കേടായിപ്പോവും. അല്ലെന്നുണ്ടെങ്കിൽ ചട്ടിയിലിട്ടിട്ട് നല്ല രീതിയിൽ മറിച്ച് ചൂടാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓവനിൽ വെച്ച് എടുത്തു കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ചൂടായതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കേടായിപ്പോവും. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഉടുത്തിറങ്ങി കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു മഴയുടെ ദിവസം തന്നെയാണ് കേട്ടോ. മഴ അങ്ങനെ തന്നെ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കും പോകാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മഴയത്ത് ഇറങ്ങാൻ തോന്നിയില്ല.
അങ്ങനെ ഞാനപ്പോൾ പപ്പയുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാട്ടാ, പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കണില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ കളറാണ്. ഒരിക്കലും അങ്ങനെ ഒരേ കളർ ഇട്ടിട്ടില്ല കേട്ടോ ഇന്ന് വരെ. ഈ 31 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ഞങ്ങൾ ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ ഇട്ടിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും മാച്ചിങ് കളർ ഇടണം. പക്ഷേ ഇത്തവണ ഞങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ അതൊന്നും വലിയ മൈൻഡൊന്നും ചെയ്യൊന്നുമില്ല. അങ്ങനെ അത് ഞാൻ പറഞ്ഞെങ്കിലും പപ്പ അങ്ങനെ വലിയത് കാര്യം നോക്കിയില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് കടയിലൊന്നും കയറിയില്ല, നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റൂബിക്കുഞ്ഞോടി കാറിൻ്റെ അകത്തൊക്കെ കയറി പിന്നെ ഏതായാലും ഒന്ന് കറക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിലും റൂബിക്കുഞ്ഞിനെ ഫോർട്ട് വെച്ചൊക്കെ കറക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പപ്പ. അപ്പോൾ ഇന്ന് നമ്മളുടെ റൗണ്ട് അബൌട്ടിലൂടെ കറങ്ങി ഇങ്ങോട്ട് പോകുന്നു, അതായത് ആ ചുറ്റും ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നു. ഫോർട്ട് വെച്ചിലേക്കൊന്നും പോയില്ല. അപ്പോൾ വലിയ കാര്യത്തിന് ഇരിക്കണം കേട്ടോ. റൂബിക്ക് ഭയങ്കര ഗമയാണ്. അപ്പം നമ്മളിങ്ങനെ കറക്കാനായിട്ട് കൊണ്ടുപോകാതെ നേരെ വീട്ടിലേക്കാണ് കയറണമെന്നുണ്ടെങ്കിൽ റൂബി ഒരു നോട്ടമുണ്ട്, ഇത്രയുള്ള എന്നുള്ള രീതിക്ക് ഒരു നോട്ടമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് കറക്കിയിട്ടൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ പോയി വന്ന് ഞാൻ ഉടുപ്പൊക്കെ ഒന്ന് മാറി ഇനിയിപ്പോൾ ചോറ് ചൂടാക്കിയതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുക്കറിൽ അടുത്ത ചോറ് വെക്കണം. അപ്പോൾ ഇത്രയും പുട്ട് ബാക്കി വന്നിട്ടുണ്ട്. ഞാനും കഴിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ, കാരണം നേരം ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ്, ഈ ഒരു ബീഫ് കറി ചൂടാക്കിയതാണ് എങ്കിൽ തന്നെയും വീണ്ടും എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച്. ഇനിയിപ്പോൾ അത് പപ്പ കഴിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല, ഞാനും കഴിക്കില്ല. രാവിലെ കഴിച്ചതുകൊണ്ട് ഇനി ഉച്ചക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ചൂടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതും ഒരു അത് ശരിയല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ എങ്കിലും ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ചൂടൊക്കെ ആറിയതിന് ശേഷം അത് പുട്ടും കറിയെല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് ഉച്ചക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇന്ന് മീൻ ഫ്രീസറിൽ വെച്ചതൊന്നും എടുത്തിട്ട് അതുമൊന്ന് വറുത്തിട്ട് പിന്നെ ഒരു ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്, അതൊന്ന് തോരനും വെക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ റിച്ചാർഡിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവൻ്റെ അടുത്ത് ചോദിക്കണം. ഫ്രൈഡ് റൈസ് ഫ്രിഡ്ജിരിക്കുന്നുണ്ട്, ചിക്കൻ മന്തി ഫ്രിഡ്ജിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ കഴിക്കുക എന്നുള്ളത് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ചിക്കനൊക്കെ തീർന്നിട്ടുണ്ട്, ഇനി ചിക്കൻ അടുത്ത ദിവസം മേടിക്കണം. കാരണം ഇന്നും കൂടി റൂബിക്ക് കഴിക്കാനുള്ള ചിക്കൻ വേവിച്ചതുണ്ട്. അതുകൊണ്ട് പിന്നെ അടുത്ത ദിവസം ചിക്കൻ മേടിച്ച് അത് റൂബിക്ക് വേവിക്കണം, റിച്ചാർഡിന് വേണ്ടത്. അപ്പോൾ ബിരിയാണിയുടെ ചിക്കൻ വരെയും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. റിച്ചാർഡ് അധികം കഴിച്ചില്ല ബിരിയാണിയുടെ ചിക്കൻ, റൈസാണ് കൂടുതൽ കഴിച്ചത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രസ്റ്റ് പീസ് ചിക്കൻ എനിക്ക് കഴിക്കണത് ഒട്ടും ഇഷ്ടവുമല്ല. അതെല്ലാം ഫ്രിഡ്ജിലിരിപ്പിട്ട്. അപ്പോൾ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നാശമായിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ റായം കൊച്ച് പോകുന്നതിന് മുൻപ് പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞ് വാ മമ്മി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നേരം കിട്ടിയില്ല. അവൻ ചെയ്തോളാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കതിനകത്ത് ഇടപെടണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് നേരം ഇല്ല, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊക്കക്കോള മേടിച്ചപ്പോൾ ഒരു പ്രാവശ്യം അത് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ടൈറ്റ് ചെയ്ത് വെച്ചേക്കണത്. എങ്കിൽ പോലും അതിനകത്ത് നിന്ന് തുള്ളിയായി വീണ് അതൊഴുകി കൂടി താഴെ പോയി കിടക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതൊന്ന് കഴുകിക്കളയണം. ഇതുവരെ കഴുകിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് നേരം കിട്ടണല്ലോ ഈ തിരക്കിൻ്റെ ഇടയിൽ, അതാണ് സത്യം. അപ്പോൾ ഇന്ന് എന്ത് തന്നെയായാലും അത് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ റിച്ചാർഡ് മിഠായി കൊണ്ടുവന്ന് വെച്ചത് ഓരോന്ന് എടുത്തിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരുപാട് കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിലാണ് ഈ മിഠായി ഇരിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം റിച്ചാർഡ് മിഠായി എടുക്കാൻ നേരത്തെ ഈ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് മമ്മി മിഠായി എല്ലാം മറിഞ്ഞ് കിടന്ന് വെച്ച് തിരിഞ്ഞു കിടന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മിഠായിയൊക്കെ എടുത്തൊന്ന് വൃത്തിക്ക് വെച്ച് കൊടുക്കണം, അവന് എളുപ്പത്തിലെടുത്ത് കഴിക്കാൻ പറ്റിയ രീതിയിലാക്കി കൊടുക്കണം. ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വേണ്ടാത്തതൊക്കെ കളയണം. കുറേ അധികം സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണ സമയം അതിക്രമിച്ചതുകൊണ്ടാണ് അങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്തൊരു തിക്കും തിരക്ക് അനുഭവപ്പെട്ടതെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ചോപ്പറിലിട്ട് ബീട്രൂട്ട് നല്ല രീതിയിൽ വേഗം ചോപ്പ് ചെയ്തെടുത്ത് ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും വെളുത്തുള്ളിയും ചെറിയുള്ളി കുറച്ചധികം അരിഞ്ഞതും ബീട്രൂട്ടും പച്ചമുളകും ഒന്നും ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തേങ്ങരണ്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതവിടെ വെച്ച് വേവിക്കാനായിട്ട് ചെറിയ തീയിൽ. ഇനിയിപ്പോൾ മീൻ വറുക്കൽ ഇത്തിരി ലേറ്റായിട്ടേ വറുക്കുള്ളൂ, സമയമുണ്ട്. അപ്പോൾ സാവധാനം വറുക്കാം. അപ്പോൾ ഒന്ന് മാരിനേറ്റ് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് ആ സമയത്ത് ഫ്രിഡ്ജിന്മേലേക്ക്. അപ്പോൾ ഫ്രീസറിലൊന്നും അഴുക്കൊന്നും പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് മൊത്തത്തിലെടുത്ത് ഊരിയെടുത്ത് കഴുകേണ്ട യാതൊരു കാര്യമില്ല. അപ്പം നമ്മൾ അഴുക്കിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് മാത്രം ഒരുപാട് തേച്ച് കഴുകി എടുത്താൽ മതി. അല്ലാതെ
ഒരുപാട് പണിയാക്കേണ്ട കാര്യമില്ല, നോക്കി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ട് ഇല്ലാതെ ആ ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആ സ്പ്രേയുടെ കുപ്പി മാത്രമാണ്. അതിൻ്റെ അകത്ത് ഞാനായിട്ട് ഫില്ല് ചെയ്ത ഒരു മിക്സ്ചറാണ് അതിനകത്ത് ഉള്ളത്. വിനാഗിരിയും വെള്ളവും പകുതി എന്നുള്ള കണക്കിന് എടുത്തിട്ട് അതിനകത്തേക്ക് ഇപ്പം നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡാണെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ ഡിറ്റർജൻറ്റ് ലിക്വിഡ്. ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിക്കാത്തത് കൊണ്ട് ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് അതിനകത്ത് ഒരു ഇത്തിരി ഇട്ട് കൊടുത്തേക്കണം, വളരെ കുറച്ച്. സംഭവം വളരെ പവർഫുള്ളാണ്, നല്ലതായിട്ട് തന്നെ ക്ലീനാകും. വിനാഗിരി ഉള്ളതുകൊണ്ട് തന്നെ കൊള്ളാത്ത മണമൊക്കെ വല്ല ഉണ്ടെങ്കിൽ അതുമൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ സ്പ്രേ ചെയ്യുന്നത്. ആ ഒരു ബോട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ക്ലീനിങ് ലോഷൻ മേടിക്കുമ്പോഴുള്ള ഒരു ബോട്ടിലാണ്. അതിൻ്റെ അകത്ത് ഞാനായിട്ട് നിറച്ച് വെച്ചതാണ് ഇപ്പം ഞാൻ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ വന്നേക്കുന്നത് ഡിറ്റർജൻറ്റിൻ്റെ ആ ഒരു ലിക്വിഡിൻ്റെ ബ്ലൂ, ഒരു ചെറിയ ബ്ലൂ അതിനകത്ത് കലർന്നെന്ന് മാത്രം, അല്ലാതെ വേറെ സാധനത്തിൻ്റെ കളറൊന്നുമല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വേണ്ടാത്ത സാധനങ്ങൾ അതിനകത്ത് നിന്നൊക്കെ കളഞ്ഞ്, എപ്പോഴും വേണ്ടാത്ത സാധനങ്ങൾ കളയണമല്ലോ. അപ്പം നമ്മളിനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാനുള്ളത് മീൻ വർക്കിലാണ്. അതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ നമുക്ക് തീർത്ത് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ബ്ലാക്ക് ഗാർബേജ് ബാഗിൽ വെച്ചേക്കുന്നത് വേപ്പലയാണ് കേട്ടോ. അതെനിക്ക് ഗിൽഡ് കൊണ്ടുവന്ന് തന്നതായിരുന്നു. അപ്പോൾ അത് കുറച്ചധികം ഉണ്ടാകുന്നതുകൊണ്ട് 2 ബാഗിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകം ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനില്ലേ, നിങ്ങളെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യത്തിൻ്റെ ഒരു എപ്പോഴും ഇങ്ങനെ പാരൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ എൻ്റെ ചോദിക്കാറില്ലേ, ചേച്ചി പാരൻറ്റിങ് വീഡിയോ. ഞാൻ കുറേ അധികം പാരൻറ്റിങ് വീഡിയോ ഒക്കെ എൻ്റെ ചാനൽ തുടങ്ങിയ കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. മിക്കവർക്കും ഒരാൺകുട്ടിയാണെങ്കിൽ പോലും ഒരു വളർത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒരെണ്ണത്തിനെ പോലും വളർത്താൻ സാധിക്കുന്നില്ല. അത്രയും ബുദ്ധിമുട്ടാണ് പിള്ളേരുടെ അനുസരണകേടും വികൃതിയും എല്ലാം കൂടി. അപ്പോൾ ചേച്ചി എങ്ങനെ 3 ആൺകുട്ടികളെ ഇത്രയും വൃത്തിയായിട്ട് വളർത്തിയെടുത്തത് എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പഴയ വീഡിയോകളൊക്കെ ഒരുപാട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ കുറേ വീഡിയോ ഒക്കെ ഉണ്ട് ഞാനെങ്ങനെ എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ചിന്ത വേണം. ഈ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പോലും കുടുംബത്തിനെങ്കിലും ഉപകരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അതിനെ അവരുടെ അടുത്ത് വളരെയധികം ക്ഷമയോടുകൂടി ദേഷ്യം ഒച്ചത്തിൽ പിള്ളേരോട് സംസാരിക്കാതെ വേണം കുട്ടികളെ വളർത്താനായിട്ട്. കുട്ടികളുടെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെട്ട് ഒരുപാട് ഒച്ചത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പിള്ളേർ അതുപോലെ തന്നെ ആയിരിക്കുള്ളൂ നമ്മളുടെ അടുത്തും പെരുമാറുക. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കുള്ളൂ കുട്ടികൾ നമ്മളോട് ഇങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾക്ക് ഈ സമൂഹത്തിന് വേണ്ടവരായിട്ട് ഉപകാരപ്പെടുന്നവരായിട്ടും വളർത്തിയെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് ഭാരമായിട്ടും വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യേണ്ടത് മെയിനായിട്ട് അമ്മമാർ തന്നെയാണ്. കുട്ടികളെപ്പോഴും അമ്മമാരുടെ അടുത്താണ് കൂടുതൽ സമയം ഉണ്ടാവുക. പിന്നെ സ്കൂളിലും അല്ലാതെ വീട്ടിൽ പിള്ളേരുടെ പിതാവ് ജോലിക്ക് പോകുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്കിതൊന്നും ശ്രദ്ധിക്കാനുള്ള നേരം കാണില്ല. ഇവിടെ പ്രത്യേകിച്ച് പപ്പ നാട്ടിലില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെയായിരുന്നു കുട്ടികളുണ്ടായിരുന്നത്. അപ്പോൾ കുടുംബത്തിന് അല്ലെങ്കിൽ ഭൂമിക്കൊരു ഭാരമായിട്ട് വളർത്തണോ, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിനും ഭൂമിക്കും ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് വളർത്തി കൊണ്ടുവരണോ എന്നുള്ളത് നിങ്ങളുടെ മിടുക്ക് പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കുറേ ടിപ്സുകൾ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പണ്ടത്തെ വീഡിയോയിലൊക്കെ. ഇത് മിക്കവാറും ദിവസങ്ങളിലുള്ള ചോദ്യങ്ങളാണിത്, അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. ചില വീടുകളിൽ കുട്ടികളെ വളർത്തി അവർക്ക് ഉപകാരവും ഇല്ല. സമൂഹത്തിൻ്റെ കാര്യം വിട്ടുകളയാം നമുക്ക്. സമൂഹത്തിൻ്റെ കാര്യം രണ്ടാമത്തതാണ്. ആദ്യം നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു ഉപകാരമായി വളർന്ന് വരിക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അതിനുശേഷം നമുക്ക് സമൂഹത്തിലേക്ക് വിടാം. ഇപ്പോൾ ഒരു ഡോക്ടർ, എൻജിനീയർ, ഏതൊരു ജോലിയും സമൂഹത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സമൂഹത്തിലേക്ക് സാവധാനം നമുക്ക് ഇറക്കാം. ആദ്യം നമ്മളുടെ വീട്ടിൽ ഉപകാരപ്പെടണ്ടേ. എത്ര പേര് വീട്ടിൽ ഉപകാരമില്ലാതിരിക്കുന്ന കുട്ടികളുണ്ട്. ഒരു ഉപകാരവും ഇല്ല, വളർന്ന് വലുതായി എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള
കുട്ടികൾ പ്രായമായി വളർന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉപകാരമില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കസിൻ ബികോമിന് റാങ്ക് ഹോൾഡറാണ്. പക്ഷേ ഒന്നിനും പറ്റിയില്ല. പഠിക്കാൻ മാത്രമേ പുള്ളിക്ക് പറ്റുള്ളൂ. വേറെ ഒരു കാര്യവും സമൂഹത്തിലേക്ക് ചെയ്യാനോ വീട്ടിലേക്ക് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. ഇപ്പോഴും ഉണ്ട് ആൾ. എന്നേലൊക്കെ കുറച്ചും കൂടി പ്രായം ആയി ഇപ്പോൾ. പക്ഷേ വിവാഹം പോലും കഴിക്കാതെ ഒന്നും ചെയ്യാനില്ലാതെ അങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ചെരുപ്പ് കണ്ട്, പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണത് കണ്ട്, മീൻ വറുക്കണതൊക്കെ കണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് പറയാതെ ഇരുന്നത്. ചെരുപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ റിച്ചാർഡിൻ്റെ സ്വഭാവം അറിയാമല്ല. ഈ സാധനങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ മേടിച്ച് വെച്ച് ഇവിടെ ഇരുന്ന് കഴിക്കുക, അതൊക്കെ അവന് വലിയ സന്തോഷമാണ്. എല്ലാവർക്കും മേടിച്ച് വെച്ച് കൊടുക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇന്ന് അവൻ എൻ്റെ അടുത്ത് മമ്മി എത്ര നാളായി മമ്മി. ഒന്നാമത് അവന് നേരം കിട്ടിയിട്ടില്ല. കോഴ്സുകളായി ഇത് പ്രീക്കാന കോഴ്സും അവൻ്റെ ജോലിയുടെ ഒരു കോഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 9 ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പക്ക് ഈ മോമോസൊന്നും ഇഷ്ടമല്ല. ഒന്നാമത് നമ്മൾ ചിക്കൻ മോമോസാണിത്. അപ്പോൾ അതുകൊണ്ട് പപ്പക്കത് വേണ്ട. അതുകൊണ്ട് ഇതേ ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് പപ്പക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പക്ക് എന്ത് സാധനമോ കുടിക്കാൻ വേണ്ടത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവന് ഈ ക്യാനാണ് എപ്പോഴും എടുക്കുക. അപ്പോൾ ക്യാൻ വേണ്ട, ഇതൊരെണ്ണം തന്നെ എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് 1.5 ലിറ്ററിൻ്റെ ആ കുപ്പി മേടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഈ കൊക്കക്കോളയൊന്നും എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ ഞാൻ സമ്മതിക്കൂല. കാരണം ഇത് എന്തായാലും ചെറിയ രീതിയിൽ ലീക്ക് ചെയ്യും. പിന്നെ അത് വീണ്ടും ഫ്രിഡ്ജിൻ്റെ അടിയിൽ പോയി കൂടിക്കിടന്നിട്ട് നേരെ വെക്കാൻ പറ്റില്ല. ചരിച്ചേ കുപ്പി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറുത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുതാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ കമൻസ് ഇടാറുണ്ട്, ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നമ്മൾക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഇത് ചില സമയങ്ങളിൽ ഇങ്ങനെ നിർബന്ധമായി കഴിക്കേണ്ടി വരും. പണ്ട് റിച്ചാർഡ് ഇതെല്ലാം കഴിപ്പിച്ച് എന്നൊരു പരുവത്തിലാക്കി കഴിഞ്ഞ വർഷം. ഇത്തവണ ഞാനിപ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, എടാ നീ ഇനിയും എന്നെ ഇതൊക്കെ കഴിപ്പിക്കല്ലേ, ഞാനിതൊക്കെ ഉപേക്ഷിക്കുന്നതാണ്, പക്ഷേ ഇത് നിർബന്ധമായി കഴിപ്പിച്ച് എനിക്ക് അസുഖം വരുത്തരുതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതേ പപ്പയ്ക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഈ പെപ്സി അല്ലെങ്കിൽ കോക്കെന്ന് പറഞ്ഞത്. അപ്പോൾ അതാദ്യം കൊടുത്ത്, പിന്നെ ഇതേ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പപ്പയ്ക്ക് അങ്ങോട്ട് കൊടുത്ത്. പപ്പ അതവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പപ്പയുടെ അടുത്ത് അവൻ പറഞ്ഞാൽ താഴെ ഇരിക്കും ഞങ്ങളുടെ കൂടെ. ഞാൻ പറഞ്ഞു പപ്പയ്ക്ക് അങ്ങനെ താഴെ ഇരിക്കാനൊന്നും പറ്റൂലടാ. അപ്പം ഞാൻ താഴെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റൂബി കുഞ്ഞും ഇതിൻ്റെ നടുക്ക് വേണം അവന്, അത് നിർബന്ധമാണ്. അപ്പോൾ റൂബി കുഞ്ഞ് പക്ഷേ ഇതിലൊന്നും തൊടൂല കേട്ടോ. അവൾ വന്നൊന്നും നോക്കുമെന്നല്ലാതെ അവൾ ഇതിലൊന്നും തൊടൂല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവൾക്ക് അതൊന്നും വേണ്ട. അവൾ കിടക്കണണ്ട മാറി, അവൾക്കൊരു സാധനവും വേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു മുളകിൻ്റെ ചട്നി അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലല്ലേ അയ്യോ വെറുതെ കുടൽ വരെ കത്തിപ്പോവും, അത്രയും എരിവാണ്. അത് റിച്ചാൻ്റെ അടുത്ത് എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് അതൊക്കെ എടുക്കും. അപ്പോൾ ഒരു 8-8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി വന്നവിടെ ഇരുന്നപ്പോഴത്തേക്കും പപ്പയും വന്നവിടെ കിടന്ന് റൂബി കുഞ്ഞും വന്ന് കിടന്ന്. അപ്പോൾ റിച്ചാർഡ് ഇവിടെ വന്നിരുന്നത്. ആ റൂബി കുഞ്ഞ് നേരെ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് ചരിഞ്ഞ്, അവൾ ഇപ്പുറത്തേക്ക് റിച്ചാർഡ് ഇരിക്കുന്ന പോലെ ഇപ്പുറത്തേക്ക് തല വെച്ചിട്ടായി കിടന്നിട്ടുണ്ടാകുന്നത്. പക്ഷേ ഇവനെ കണ്ടത് അപ്പുറത്തേക്ക് പോയത് ഇവൻ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവൾ ആരെയും ഒരു വിഷമിപ്പിക്കാത്ത രീതിയിലാണ് പെരുമാറുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിച്ചതാണ് അവൻ്റെ അടുത്ത്. അപ്പോൾ റൂബി കുഞ്ഞ് മാറി അവിടെ ഒരു ശല്യമില്ലാതെ അങ്ങനെ ഒതുങ്ങി കിടന്നു കൊടുത്ത്. അതാണ് സത്യം. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്